ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ കുർക്കുറെ ബെണ്ടി. ഇത് നല്ല ക്രിസ്പിയാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാനും ഒക്കെ നല്ലതാട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാനൊരു 6 വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി നന്നായിട്ട് തുടച്ചെടുത്തതാണ്. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ഈ വെണ്ടയ്ക്കയുടെ ഈ മോൾ വശവും താഴത്തെ വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിനെ ഒന്ന് നെടുകെ ഒന്ന് കീറിയെടുക്കാം. ഇതുപോലെ കീറിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുരു മാറ്റാം. ഇതിങ്ങനെ കൈ കൊണ്ട് ഇളക്കിയെടുത്ത് മാറ്റാൻ പറ്റും. ഈ കുരു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ആ കുരുവിനാണ് ഒരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവുമല്ലോ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുരു എടുത്ത് മാറ്റുന്നത്. അതാ ഇതുപോലെ. അപ്പോൾ ആ 2 സൈഡിൽ നിന്നും ഇങ്ങനെ കൈ കൊണ്ട് എടുത്ത് മാറ്റിയാൽ മതി. പെട്ടെന്ന് തന്നെ അത് പൊക്കോളും. ഇതാ ഇതുപോലെ. ഇനി ഇത് ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കാം. ഇത് കുഞ്ഞായിട്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് ഒന്ന് കനം കുറച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് കുരു ഒട്ടും വരാൻ പാടില്ല. കുരു വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു വഴുവഴുപ്പായിരിക്കും. ഇതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല. ചാറ്റ് മസാല ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. 1/4 ടീസ്പൂൺ amchur പൗഡർ. amchur പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞു വെച്ചാൽ മതി. കുറച്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഈ വെണ്ടയ്ക്കയിൽ പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വെണ്ടയ്ക്കകത്തൊന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇപ്പം തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. എല്ലായിടത്തും മസാല പരണ്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഫുള്ളായിട്ട് വെണ്ടയ്ക്കയിൽ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് പുട്ടിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ കോൺഫ്ലോർ. അതിനുശേഷം ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറമേ ഒന്ന് ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഉപ്പ് ചേർത്തേക്കുന്നതുകൊണ്ട് ഇതിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആ പൊടി ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മസാല പിടിക്കുന്ന പോലെ ഇതിൻ്റെ പുറത്ത് നന്നായിട്ട് പിടിക്കണം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി പോകുന്നത്. ഇനി അതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. 5 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഇളക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നും കൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഈ പൊടി നന്നായിട്ട് അതിലേക്ക് പറ്റി പിടിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെണ്ടയ്ക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്താ ഇതിലേക്ക് ഈ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി ഇത് വെച്ചേക്കണ്ട. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇറങ്ങും. എല്ലാം കൂടെ ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ ആയിപ്പോവും. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക. ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. 2 മിനിറ്റിന് ശേഷം വേണം നമുക്കിതൊന്ന് ഇളക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ കുഴഞ്ഞു പോകും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കാം.
ഇത് നല്ലൊരു ക്രിസ്പി ആകുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ ഒരിങ്ങനെ കിളിങ്ങുന്ന പോലെ ഒരു സൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് മൂത്ത് വരാൻ കുറച്ച് താമസമുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെയാണ്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണക്കെ എല്ലാം വറുത്തെടുക്കാം. ഞാൻ ആ വെണ്ടയ്ക്ക് ഫുള്ളായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണിത്. അതുപോലെ നല്ല ഞാൻ ഒരെണ്ണം കഴിച്ച് കാണിച്ചു തരാം. നല്ല കരുവരിപ്പോട് കൂടിയാട്ടോ ഇതിരിക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അതല്ലാതെ ചുമ്മാതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരത് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.